ലൈഫിൽ നമുക്ക് പലപ്പോഴും സ്ട്രഗിൾസ് ഉണ്ട്. ആ സമയത്ത് നമ്മൾ സമാധാനത്തിനും ഹെൽപ്പിനു വേണ്ടി പല സ്ഥലത്തും നമ്മൾ പോകാറുണ്ട്. പക്ഷേ ചിലപ്പോൾ അവിടുന്ന് നമുക്കൊന്നും ഹെൽപ്പ് കിട്ടിയെന്ന് വരില്ല. ഇതേപോലെ ദൈവവചനത്തിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ഒരാളാണ് ഡേവിഡ്. സാം 120 ലാസ്റ്റിലൊക്കെ നോക്കുമ്പോൾ ഡേവിഡ് എവിടെയൊക്കെ സമാധാനത്തിന് വേണ്ടി പോയിട്ടുണ്ടോ അവിടെയൊക്കെ അവന് യുദ്ധമായിട്ട് തിരിച്ചു കിട്ടിയിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണാം ഡേവിഡ് ഭയങ്കര ഹെൽപ്ലെസ് ആണെന്ന്. എന്നാൽ നെക്സ്റ്റ് സാംസ് തുടങ്ങുമ്പോൾ നമുക്ക് കാണാം ഐ ലിഫ്റ്റ് അപ്പ് ഐസ് ടു ദ മൗണ്ടൻസ് വേർ ഡസ് മൈ ഹെൽപ്പ് കം ഫ്രം. സോ ഇനി നമ്മുടെ ലൈഫിലും സ്ട്രഗിൾസ് വരുമ്പോഴും നമ്മൾ ഡേവിഡിൻ്റെ പോലെ മനുഷ്യരിലല്ല ഉയരത്തിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് മൈ ഹെൽപ്പ് കം ഫ്രം ദ ലോർഡ് ദ മേക്കർ ഓഫ് ഹെവൻ ആൻഡ് എർത്ത്. ഇങ്ങനെ എൻ്റെ ലൈഫിലും പല സ്ട്രഗിൾസ് വന്നപ്പോൾ ദൈവം തന്ന വചനമാണ് ഈ ചാപ്റ്റർ. അതേപോലെ നിങ്ങളുടെ ലൈഫിലും സ്ട്രഗിൾസ് വരുമ്പം ദൈവം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കാരണം നമ്മൾ പല സയൻറ്റിഫിക് ഇൻവെൻഷൻ കാണുമ്പോൾ അതിൻ്റെ ക്രിയേറ്ററിൻ്റെ സ്കില്ല് നമ്മൾ ഓർക്കാറില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത ദൈവത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഈ ദൈവത്തിന് മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ.